ഹായ് ഫ്രണ്ട്സ്, ഇവിടെ ഒരു പെണ്ണ് കോട്ട് വാങ്ങാൻ കടയിൽ പോകുന്നു. അവിടെ ഒരു കോട്ട് എടുത്ത് കൊടുക്കുന്നു. അതിൽ നിറച്ച് പൈസ കണ്ട് അവൾ പെട്ടെന്ന് ആ കോട്ട് ഇടുന്നു. ഇതിലെങ്ങനെയാണ് ഇത്രയും പൈസ വന്നത് എന്ന് പറഞ്ഞ് സന്തോഷിച്ചിടുന്നു. അവൾ പറയുന്നു, എനിക്ക് ഈ കോട്ട് മതി. സോറി മാഡം, ഇത് നിങ്ങളെ കാട്ടിക്കും വലുതാണ്, അതുകൊണ്ട് ഞാൻ വേറെ കോട്ട് എടുത്ത് തരാം. അടുത്തിരുന്ന ജ്യൂസ് എടുത്ത് അവളുടെ മേത്തേക്ക് ഒഴിക്കുന്നു. എൻ്റെ മേത്ത് ജ്യൂസായല്ലോ എന്ന് പറയുന്നു. ഇത് പോവാവുന്ന കറയുള്ളൂ മാം, ഞാൻ വേറെ എടുത്ത് തരാം എന്ന് പറഞ്ഞ് വേറെ എടുക്കുന്നു. ഈ പെണ്ണിൻ്റെ അടുത്ത് എന്ത് പറഞ്ഞാലും ഇവൾ ഈ കോട്ട് തരുന്നില്ലല്ലോ പറഞ്ഞ് അവൾ എന്ത് ചെയ്യാന്ന് വെച്ച് ആ കോട്ട് വലിച്ച് കീറുന്നു. എൻ്റെ കോട്ട് കീറിപ്പോയല്ലോ, ഇതിനി ഞാൻ തന്നെയല്ലേ മേടിക്കേണ്ടത്, ഇതിൻ്റെ പൈസ ഞാൻ തന്നെയല്ലേ തരേണ്ടത്, ഇതിനി നിങ്ങൾ തന്നെയാണ് മേടിക്കേണ്ടതെന്ന് പറയുന്നു. അവൾ സന്തോഷിക്കുന്നു. ആ സമയത്ത് ഒരു പിച്ചക്കാരി വീൽ ചെയറിൽ വരുന്ന ഒരു പാവപ്പെട്ട പെണ്ണാണ്. അപ്പോൾ അടുത്ത് തന്നെ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുന്നു. അപ്പോൾ മറ്റേ പെണ്ണ് പറയുന്നു, ഇവളിനൊക്കെ ആരാണ് അകത്ത് വിട്ടത്, ഇവൾക്കൊന്നും ഡ്രസ്സില്ല എന്ന് പറയുന്നു. എന്നിട്ട് എന്തെങ്കിലും ആവട്ടെ, ഈ ഡ്രസ്സ് പാക്ക് ചെയ്യാൻ പറയൂ. ഈ പാവപ്പെട്ട പിച്ചക്കാരി പറയുന്നു, എനിക്കൊരു ജാക്കറ്റ് മതിയെന്ന്. അയാൾ ആ കോട്ട് പാക്ക് ചെയ്യാൻ പോകുന്നു. അങ്ങനെ ആ കോട്ട് പാക്ക് ചെയ്യുന്ന സമയത്താണ് അയാൾക്ക് മനസ്സിലാകുന്നത് അതിൻ്റെ ഉള്ളിൽ കുറേ പൈസ ഉണ്ടെന്ന്. അപ്പോഴാണ് അയാൾക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ടാണല്ലേ ആ പെണ്ണ് ഇത്രയും നേരം അഭിനയിച്ചുകൊണ്ടിരുന്നത് എന്ന്. എന്നിട്ട് അയാൾ അതിൽ നിന്ന് ഓരോ പൈസയുമായി വെട്ടിയെടുക്കുന്നു. ആ സമയത്ത് ഇവിടെ ചേൾസ് ഗേൾ പറയുന്നു, നമുക്ക് പൈസ ബില്ല് ചെയ്യാമെന്ന്. എത്ര പൈസയാണെന്ന് ചോദിച്ചപ്പോൾ പറയുന്നു, ജസ്റ്റ് 500 റുപ്പീസാന്ന് പറയുന്നു. 500 റുപ്പീസോ, നിൽക്കെന്ന് പറഞ്ഞ് അവൾ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോകുന്നു. ആ പാവപ്പെട്ട ആ വയസ്സായ പെണ്ണിൻ്റെ അടുത്ത് പോകുന്നു. അവിടെ ആ പേഴ്സിൽ നിന്ന് അവളുടെ അടുത്തുള്ള എല്ലാം പൈസ എടുക്കുന്നു. എന്നിട്ട് അവൾ അവിടുന്ന് ബില്ലും കൊടുത്ത് ആ ഡ്രസ്സും എടുത്ത് പോകുന്നു. എന്നിട്ട് ആ വയസ്സായ പെണ്ണ് ബില്ലടിക്കണ സമയത്താണ് മനസ്സിലാകുന്നത് അവളുടെ പേഴ്സിൽ പൈസ ആരോ എടുത്തതെന്ന്. അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ ആ പെണ്ണ് പറയുന്നു, ഇതാ ഞാൻ പറഞ്ഞത്, ഇങ്ങനത്തെ ആൾക്കാരനെ ഉള്ളിൽ കയറ്റരുതെന്ന്. അതൊക്കെ കണ്ട അയാൾക്ക് ദേഷ്യം വന്ന് അയാൾ ആ പൈസ കൊടുക്കുന്നു. എന്നിട്ട് അയാളുടെ ജോലിയും റിസൈൻ ചെയ്ത് അവിടുന്ന് പോകുന്നു. ആ സമയത്താണ് മറ്റേ പെണ്ണ് ഓടി ഉള്ളിലേക്ക് വരുന്നത്. എന്നിട്ട് പറയുന്നു, എൻ്റെ കോട്ട് ഇതല്ല, കോട്ട് മാറിയിട്ടുണ്ട്, എൻ്റെ കോട്ടിൽ കുറേ പൈസ ഉണ്ടായെന്ന് പറയുന്നു. പൈസയോ? അപ്പം ഇത് എൻ്റെ കോട്ടാണെന്ന് പറഞ്ഞ് രണ്ടാൾ ഇടികൂടുന്നു. പക്ഷേ ഇപ്പുറത്ത് ഈ പിച്ചക്കാരിയും അയാളും കൂടി ആ പിച്ചക്കാരിക്ക് ആ പൈസ കൊടുക്കുന്നു. മാം, ഇത് നിങ്ങൾക്കാണ് ഈ പൈസ വരേണ്ടത് എന്ന് പറഞ്ഞ് ആ പെണ്ണിന് കൊടുക്കുന്നു. ഇവ രണ്ടാളും സന്തോഷമായി പോകുന്നു. പക്ഷേ ആ പെണ്ണും ഇവ രണ്ടാളും കൂടി ഇടികൂടുന്നു. അങ്ങനെ ഈ കഥ തീരുന്നു. ഈ കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും